മമതയുടെ അന്തകനായിട്ട് ആർ എൻ രവി അയച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതായത് ബംഗാളിലെ ഗവർണറായിട്ട് ആർ എൻ രവി ചെല്ലുന്നു. ഇനി കളി മാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും മാറും. കാരണം ഈ ആനന്ദ് ബോസ് ഇടക്കാലത്തൊന്ന് ഈ പറഞ്ഞതുപോലെ ഒന്ന് മമതയായിട്ടൊക്കെ ഒന്ന് ഏറ്റുമുട്ടുകയും അത്യാവശ്യം നടപടികളൊക്കെ സ്വീകരിക്കുകയും പിന്നെ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെല്ലുകയും ഒരു ഗവർണറുടെ സാന്നിധ്യം ആനന്ദ് ബോസ് ഇടക്കാലത്ത് അറിയിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഒന്ന് സോഫ്റ്റായി. തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ ആനന്ദ് ബോസും മമതയും തമ്മിൽ നല്ല ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് തുടങ്ങിയത്. ഈ പറഞ്ഞതുപോലെ ആനന്ദ് ബോസ് മമതയിൽ നിന്ന് ബംഗാളി പഠിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ഒരു നല്ല ഒരു തുടക്കമായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ആനന്ദ് ബോസിൻ്റെ വളരെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ബംഗാൾ പോവുകയും അശാന്തിയുടെ കുത്തകം മുഴുവൻ മമതാ ബാനർജി ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ അത് മമതയുടെ ഒരു പല പല വിഷയങ്ങളിലും മമത ഇങ്ങനെ കൊണ്ട് മുന്നേറുന്നു. പല സംഭവങ്ങളിലും വളരെ വ്യക്തമായിട്ട് ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനിടയ്ക്ക് സുപ്രീം കോടതിയിൽ പോയി വാദിക്കുന്നു. അങ്ങനെ പല പല വിഷയങ്ങളിൽ മമത അവിടെ വളരെ സജീവമാവുകയും ഗവർണർ നിശബ്ദമാവുകയും ചെയ്തു. ആനന്ദ് ബോസ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അദ്ദേഹം പുസ്തക എഴുത്തിലാണെന്ന് തോന്നുന്നു. കാര്യം ഇത് ഈ മമതയോടൊക്കെ നേരിടണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ഉറങ്ങാതെ സശ്രദ്ധം വാച്ച് ചെയ്തിരിക്കുകയും ബുദ്ധിയെ വളരെ ഒരു കുബുദ്ധിയുടെ തലത്തിലൊക്കെ തിരിച്ചു വിട്ടെങ്കിൽ മാത്രമേ ഈ മമതയോടൊക്കെ നേരിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു 24 മണിക്കൂറും ഉറക്കത്തിൽ പോലും എങ്ങനെ മമതാ ബാനർജിയെ പൂട്ടണം അല്ലെങ്കിൽ പൂട്ടാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ബംഗാളിൽ ഗവർണറായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഉദ്ദേശത്തിന് തന്നെയാണ് ആനന്ദ് ബോസിനെ അവിടെ വിടുന്നത്. ഈ എങ്ങനെയെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പിടിക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യം തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അതിനുള്ള ഒരുവിധമുള്ള ഈ പശ്ചാത്തല സൗകര്യങ്ങളും മറ്റേ ഈ ഫൗണ്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാക്കി വച്ചിരിക്കുകയാണ്. ഏകദേശം വേണമെങ്കിൽ പിടിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അവിടുത്തെ CPM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രസക്തമായി കഴിഞ്ഞു, കോൺഗ്രസും അപ്രസക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു വേണ്ട പിന്തുണ BJPയെ കിട്ടുന്നില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ആനന്ദ് ബോസ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കലാസ്വാദകനും അദ്ദേഹത്തിന് ഇത്ര പുസ്തകങ്ങളെന്നറിയാം അവിടെ അദ്ദേഹം പോയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എൻ്റെ എണ്ണം തന്നെ എനിക്കറിയില്ല. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇവിടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ തന്നെ വന്ന് ഒറ്റയടിക്ക് 3 4 അതോ 1 ഡസൻ പുസ്തകമൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ രണ്ടായാലും ഇതിപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കൈകൊണ്ട് എഴുതുന്നതാണോ അതോ ഇനി അദ്ദേഹം പറഞ്ഞു കൊടുത്ത് എഴുതുന്നതാണോ എന്താണെങ്കിൽ പോലും അത്തരം ചിന്തകളിലേക്കും ഒക്കെ പോകാതെ ഒരു പുസ്തകം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് ആനന്ദ് ബോസ്. അപ്പോൾ ബംഗാൾ ഗവർണറുടെ സകല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ കാഴ്ചപ്പാടിൽ ആനന്ദ് ബോസ് വിനിയോഗിക്കുന്നത് ആനന്ദ് ബോസ് അതിനെ ആസ്വദിച്ചുകൊണ്ട് പുസ്തകം എഴുതുകയും അതേപോലെ തന്നെ പ്രസംഗങ്ങൾ നടത്തുകയും യാത്ര ചെയ്യുകയും അതിൻ്റെ സുഖസൗകര്യങ്ങളിൽ അദ്ദേഹം മുഴുകിപ്പോയി എന്നൊരു ബോധ്യം BJPക്ക് വന്നിട്ടുണ്ടാവും. മമതയാണെങ്കിൽ കൊണ്ട് കയറുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് നേരിടാനായിട്ട് അവിടെ ഇത് IAS അല്ല ഇവിടെ വേണ്ടത്, ഒരു IPS ആണ് വേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും. മനസ്സിലായില്ലേ? ഈ മമതയുടെ ഈ ചില മറ്റേ എന്താ പറയുക ഈ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ക്രമസമാധാനം പാലനത്തെ തകർക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധമായിട്ടൊക്കെ പോകുമ്പോൾ രാജ്ഭവനിലൊരു പോലീസ് സംവിധാനം ഉണ്ടെങ്കിൽ ലോക് ഭവനിൽ ഒരു പോലീസ് ഒരു ബുദ്ധിയുള്ള വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നല്ല ശക്തമായൊരു ഒരു എതിർപ്പ് അതല്ലെങ്കിൽ മമതയെ ഒന്ന് കടിഞ്ഞാറിടാൻ പറ്റും. ആർ.എൻ. രവി ഒരു അജിത് ഡോവൽ ലൈനിലുള്ള ആളാണ്. അതെ, അതാണ് പറഞ്ഞത്. ആർ.എൻ. രവി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആർ.എൻ. രവി അഴിച്ചു വളരെ സ്വതന്ത്രമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആർ.എൻ. രവിയുടെയൊക്കെ ബുദ്ധി എന്ന് പറഞ്ഞാൽ IASകാരൻ്റെ ബുദ്ധിയല്ല IPSകാരൻ്റെ ബുദ്ധി ഇല്ലേ? അപ്പോൾ അവരുടെ ഈ IPSകാർ സ്വാഭാവികമായിട്ടും സർവീസിൽ കയറുന്ന അന്ന് മുതൽ അവർ ഈ ക്രൈമുമായിട്ടാണല്ലോ അവരുടെ ഇടപെടൽ വന്നത് മുഖ്യമായിട്ട് അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിയുടെ വ്യാപാരം അവരിലുണ്ടാവും. ഇപ്പം ആനന്ദ് ബോസിനെ സംബന്ധിച്ചിട്ട് ആനന്ദ് ബോസ് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആ ഗവർണർ പദവിയുടെ പഴയ പരമ്പരാഗത ഗവർണർ ശൈലിയിലേക്ക് മാറിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വളരെ സൂക്ഷ്മം, ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന സംവിധാനമാണ് അമിത്ഷായ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റയടിക്ക്
ഈ അവിടെ പിന്നെ ഈ സൗഹൃദമോ സ്നേഹമോ അങ്ങനെയുള്ള സാധനമൊന്നും ബി ജെ പിയുടെ മുമ്പിലില്ലല്ലോ. ഇല്ല. അപ്പോൾ അവിടെ ബി ജെ പിയുടെ ലക്ഷ്യം അത് വളരെ വ്യക്തമാണ് അവർക്ക്. ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ മാറ്റി അത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് വളരെ ഫോക്കസ്ഡ് ആണ് അക്കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ആനന്ദ് ബോസിനെ വളരെ അൺസെറമോണിയസ് ആയിട്ട് രാജിവെക്കാൻ പറയുന്നു. അദ്ദേഹം രാജിവെക്കുന്നു അല്ലേ? അതെ. ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നത്തിന് പ്രായമൊന്നും പ്രശ്നമല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഉണ്ടാകാവുന്ന പ്രശ്നമാണ്. വേണമെങ്കിൽ അത് പറയാം, ഇഷ്ടമുള്ളത് പറയാം. ഇപ്പം ധൻഖറുടെ കണക്കുള്ള ഒരു ഇപ്പം പലരും പറയുന്നുണ്ട്. ഇപ്പം കോൺഗ്രസ് പറയുന്നു ആനന്ദ് ബോസിന് ധൻഖറുടെ അവസ്ഥയാവുന്നു. അപ്പോൾ ആ ധൻഖറുടെ അവസ്ഥയൊന്നും ആയിരിക്കത്തില്ല ആനന്ദ് ബോസിന്. കാരണം ആനന്ദ് ബോസിന് ഇപ്പം ഈ കിട്ടിയ അവസ്ഥ തന്നെ അദ്ദേഹത്തിന് നേട്ടം തന്നെയായിരുന്നു അല്ലേ? അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കിട്ടുന്നൊരു വലിയൊരു അംഗീകാരവും ഒരു പദവിയായിരുന്നു ബംഗാൾ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിന് നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നഷ്ടത്തിൻ്റെ പ്രശ്നമൊന്നും ആനന്ദ് ബോസിനില്ല. പിന്നെ അത് മാത്രമല്ല, ധൻഖറുടെ കണക്കുള്ള ചില പിന്നെ ബി ജെ പിയെ നേരിടാനുള്ള കുസൃതികളിലൊന്നും ആനന്ദ് ബോസ് ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആനന്ദ് ബോസിനോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ചിലപ്പോൾ ഇനി ഒരു പക്ഷേങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആനന്ദ് ബോസിനോട് ബി ജെ പി മത്സരിക്കാൻ പറഞ്ഞാലും അതിശയിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ധൻഖറുടെ ഒരു അവസ്ഥയോ അതിൻ്റെ ആ ഒരു രീതിയായിട്ട് നമ്മൾ ആനന്ദ് ബോസിനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അത്തരത്തിലൊരു ബി ജെ പിക്ക് വൈരാഗ്യവും വിദ്വേഷവും ഒന്നും വരാൻ വഴിയില്ല. മറിച്ച് ഈ തങ്ങളുടെ ഉദ്ദേശം ആനന്ദ് ബോസിലൂടെ നടന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി അത് നടത്താൻ പറ്റിയ ഏറ്റവും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ ഗവർണറാക്കി മാറ്റി, രവിയെ അവിടെ കൊണ്ടുവരുത്തി. ഇനിയിപ്പം നോക്കിക്കോണം, ബംഗാളിലെ കംപ്ലീറ്റ് മാറും. മമതാ ബാനർജിയുടെ ശ്രദ്ധ ഇതുവരെ ലോക് ഭവനിലേക്കോ ഗവർണറുടെ തന്ത്രങ്ങളിലേക്കോ മമതയ്ക്ക് ശ്രദ്ധിക്കാതെ അത്യാവശ്യം ഭരണത്തിലും ബാക്കി രാഷ്ട്രീയത്തിലും പ്രയോഗിക്കാമായിരുന്നു. ഇനിയിപ്പം മമതയുടെ ശ്രദ്ധ നേരെ ഇനി രവി എന്തായിരിക്കും ചിന്തിക്കുക, ലോക് ഭവനിൽ നിന്ന് എന്ത് പാരയായിരിക്കും വരിക എന്നുള്ള ചിന്തയിലേക്ക് പോകും. അപ്പോൾ തന്നെ ശരിക്കും ആ രവിയുടെ സാന്നിധ്യം തന്നെ ഈ മമതയുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യത്തിലേക്കുള്ള ശ്രദ്ധയും ഒക്കെ സ്വാധീനിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഒരു വ്യക്തിയുടെ ശ്രദ്ധ ഏതിൽ കേന്ദ്രീകരിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ എഫിഷ്യൻസി പുറത്തേക്ക് വരിക. ഇത് രവിയുടെ ഭാഗത്ത് നല്ലൊരു ഫൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ അവസരം നിർണായകമായ സമയമാണ്. ആ സമയത്ത് അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള ആ ഒരു ശ്രദ്ധയിൽ കേന്ദ്രീകരിക്കുന്നതിന് പൂർണ്ണമായിട്ടും പറ്റാതെ വരികയും രവിയെ നേരിടേണ്ടി വരികയും ചെയ്തൊരവസ്ഥ വരും. അതിലൂടെ മമതയുടെ ശക്തിയെ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം കണക്കൂട്ടലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതിന് അത്തരത്തിലൊരു ഒരു 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 ത്രെട്ട് അതല്ലെങ്കിൽ മമതയുടെ ശ്രദ്ധയെ തിരിച്ചുവിടത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനം ആനന്ദ് ബോസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന് മാറ്റിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വളരെ നിങ്ങൾക്ക് വേണ്ട വാർത്തകളെല്ലാം തന്നെ ചെയ്യുന്നത് ഇന്ത്യ ലൈവാണ്. മറ്റു മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന വാർത്തകളും ഇന്ത്യ ലൈവിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഒപ്പം അമർത്തുക. നിങ്ങൾക്ക് യഥാസമയം നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം കമൻറ്റുകളായിട്ട് വീഡിയോയിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, വീഡിയോകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.